ഹലോ ഫ്രണ്ട്സ്, മഴദൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവേട്ടൻ വരുവാണ് കേട്ടോ. വന്നുടനെ തന്നെ അങ്ങോട്ട് കാര്യം ചോദിക്കുന്നതിന് മുന്നേ ഗംഗാധരൻ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയണം. ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, വൈജയുടെ കാര്യം തന്നെയാണ് എന്നൊക്കെ പറയാം. അതെന്താ, ഞാൻ ചോദിക്കുന്നതിന് മുന്നേ എല്ലാം ഗംഗാധരേട്ടൻ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ഗംഗേട്ടൻ. അല്ല, നീ വന്നുടനെ എന്നോട് ചോദിക്കും എടുപിടിന്ന് എന്തിനാ ഓടിങ്ങി വന്നേന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പോയ കാര്യം എന്തായി ശിവ? എന്താവാനാ, വക്കീലിനെ കണ്ടു, സംസാരിച്ചു. പിന്നെ ഇത്തവണയെങ്കിലും അവന് ജാമ്യം കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. അവൻ്റെ ആ ഒരു പോക്സോ കേസ് അതിൽ നിന്ന് ഒഴിവാക്കിയാൽ അവന് ജാമ്യം കിട്ടും. അതിനാ ശരണ്യെ വിചാരിക്കണം. അവളുടെ അച്ഛനുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി, എന്നാൽ ഇത്തവണ കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എടാ ശിവ, നമുക്ക് വൈജിയെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ നിന്ന് സംസാരിച്ചാൽ പറ്റത്തില്ല, നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ അവർ നേരെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ അകത്ത് കയറുമ്പോൾ തന്നെ ഗംഗാധരൻ പറയുന്നുണ്ട്, ശിവ നീ ആ ഡോർ അടച്ചിട്ട് തിരിഞ്ഞു വരുമ്പോൾ എന്താണ് ഏട്ടന് പറയാനുള്ളത്? വൈജിയെക്കുറിച്ച് തന്നെയാണ്. അതെ, ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പേ ബാലചന്ദ്രൻ മേനോൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ ബാലൻ അങ്ങോട്ടാണല്ലേ വന്നത്? അതെ, ബാലേന്ദ്രൻ അങ്ങോട്ട് തന്നെയാണ് വന്നത്. എന്തിനായിരുന്നു വന്നത്? വേറെ എന്തിനാണ് വന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ തന്നെയാണ്. അയാൾക്ക് സ്റ്റാൻലി ജോസഫിനെ കാണണമെന്ന്. സ്റ്റാൻലിയെയോ? അയാൾ എന്തിനാണ് ബാലചന്ദ്രൻ കാണുന്നത്? അലീനെ അവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുമല്ലേ. അവളുടെ അമ്മയെ അവൾ നോക്കുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇറക്കി വിടാൻ അയാൾക്ക് തോന്നുമോ? ആരെങ്കിലും ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കണം, അതിന് അവളുടെ അച്ഛൻ്റെ കൈകളിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. അത് നല്ലൊരു കാര്യമല്ലേ? എന്തായാലും അവളുടെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ നടന്നോട്ടെ ഗംഗേട്ട, അതല്ലേ നല്ലത്. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ വന്ന് നിൽപ്പുണ്ട്. എന്താണെന്നറിയോ? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റാൻലി ജോസഫിനോട് ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയും ഇടയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അയാൾ എന്താ ചെയ്യുക? അയാളെ ഒരു പട്ടാളക്കാരനാണ്, ചുമ്മാ എന്തെങ്കിലും കേട്ടിട്ടങ്ങ് കളയില്ല. ഒന്നീ പടവെട്ടി പൊരുതി ജയിക്കും, അതല്ലെങ്കിൽ കീഴടങ്ങും. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാവും അയാൾ ചെയ്യുക. പക്ഷേ ഇയാളെപ്പോലെയുള്ള ഒരാൾ കീഴടങ്ങാനൊന്നും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ ഗംഗേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഇങ്ങനൊരു കുട്ടി അയാൾക്കുണ്ടെന്നറിഞ്ഞാൽ വൈജയെ തേടി വരില്ലേ? പിന്നെ അതൊരു പ്രശ്നമാവില്ലേ? വൈജ അറിയില്ലേ തനിക്ക് ഇങ്ങനൊരു മോളുണ്ടായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒളിപ്പിച്ച് വെച്ചെന്ന്? പിന്നെ ഇത്രയും കാലം ഇങ്ങനൊരു കുട്ടി ഉണ്ടായിട്ട് അത് മരിച്ചുപോയെന്ന് പറയുകയും അത് ഇവരെ അറിയിക്കാതെയും അതിന് അനാഥാലയത്തിൽ വളർത്തുകയും ചെയ്തെന്നും പറഞ്ഞ് കേസ് കൊണ്ട് കൊടുത്താൽ നമ്മളെല്ലാവരും കുടുങ്ങില്ലേ? ഒത്തിരി കാരണങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. അതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ? ബാലചന്ദ്രൻ അയാളെ കണ്ട് ഇതൊക്കെ പറയുന്നത് നമുക്ക് തടയണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. വൈജ തിരിച്ചു പോവുക. അതൊരിക്കലും നടക്കില്ല ഗംഗേട്ട. സമ്മതിക്കില്ല അവളുടെ അഹങ്കാരം കൊണ്ട് അവളോട് പറയാൻ ഇനി എനിക്ക് ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ബാലചന്ദ്രനോട് നീ ഒന്നുകൂടെ സംസാരിക്കുക ശിവ. ഗംഗേട്ടന് സംസാരിച്ചൂടെ? വയ്യടാ, കുറേ ഞാൻ സംസാരിച്ചു. പക്ഷേ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ എന്തൊക്കെയാണ് എന്നോട് പറയാമെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രൻ മുന്നിൽ ഞാൻ തല കുനിച്ച് നാണം കെട്ടാൻ നിൽക്കുന്നത് കേട്ട് എനിക്ക് വയ്യ. ഇനിയും എങ്ങനെയാണ് നാണം കെട്ട് പോയി നിൽക്കുക? അവൻ പറയുന്ന വാചകങ്ങളും വർത്തമാനങ്ങളും കേട്ടാലേ എനിക്കും ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് വരും. അതുകൊണ്ട് എനിക്കിനി കേൾക്കാൻ വയ്യ. ശിവ നീ തന്നെ ഒന്ന് സംസാരിക്കും. ശരി, ഞാൻ സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് വൈജിയോട് വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് സംസാരിക്കണം. അത് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഇവർ നേരെ വൈജയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ വൈജയ പറയുന്നുണ്ട്, നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഗംഗേട്ടാ. നിങ്ങൾ എന്നെ ഇവിടുന്ന് മാറ്റാനും തിരിച്ച് അവിടെ കൊണ്ടാക്കാനും ഒക്കെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ആശുപത്രിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് മാറിക്കോളാന്ന്. കേൾക്കാതെ എന്നെ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് ഫലം എന്തായി? അവസാനം അവിടുന്ന് ഞാൻ ഇവിടെ വരേണ്ട ഗതി ആയില്ലേ? നീ എന്തൊക്കെയാടി വൈജയ പറയണേ? നിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെ അടുത്തേക്കല്ലേ ഞങ്ങൾ കൊണ്ടുവിട്ടത്? വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടാണോ പോയത്? ഗംഗേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്ത് സ്വഭാവത്തിലാണെന്നുള്ളത്. ബാലേന്ദ്രൻ്റെ മോളാണെന്ന് പറഞ്ഞ് കുറച്ച് നാൾ അവളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നില്ലേ? ഇപ്പം എന്തായി? അതും കള്ളത്തരം. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് ഒപ്പിച്ചു. അയാൾക്ക് ഓരോന്നും നടത്തിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാറ്റി പറയുന്നു അല്ലേ? എന്നെ അതിലൊന്നും കിട്ടത്തില്ല. ആ വേലക്കാരി അവിടെ നിന്ന് പോയല്ലാതെ ഞാൻ അങ്ങോട്ട് കടക്കില്ല. എടി, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നല്ലാണ്ട് അവളെപ്പോലെ ഒരുത്തി വേലക്കാരി എന്നല്ലാതെ ഞാൻ അതിലും താഴ്ന്ന ജോലിക്കാരി എന്താ പറയുക? തൂപ്പ് ജോലി എന്ന് പറയണോ? ദേ വൈജയ്, നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലീനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിൻ്റെ കേടാ? അലീനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണല്ലോ നിങ്ങൾ വാ തുറക്കുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ ഇതുവരെയെങ്കിലും? പറ. നിന്നെ അവൾ പോയി കഴിഞ്ഞാൽ നീ അവിടെ ചെല്ലും. ഞാൻ അവിടെ പോവും. അങ്ങനെയാണെങ്കിലേ നീ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ, അലീന പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ നിന്നെ സ്നേഹിക്കും. നിനക്ക് ഉറപ്പുണ്ടോ?
അയാളുടെ സ്നേഹം ആർക്ക് വേണം? അല്ലെങ്കിൽ തന്നെ അയാളെ എന്നാ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? പറ. സ്നേഹിച്ചിട്ടില്ലേ നിന്നെ? നീ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ വൈജേ എന്ന് ഗംഗേട്ടൻ ചോദിക്കുക. അതെന്താ ഗംഗേട്ടൻ അങ്ങനെ പറഞ്ഞത്? എടി, നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. നീ നിൻ്റെ മക്കളെയോ നിൻ്റെ ഭർത്താവിനെയോ സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. എന്തിന് സ്വന്തം പെറ്റമ്മയെപ്പോലെ നീ സ്നേഹിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കാട്ടോ. ഗംഗേട്ടാ, എനിക്ക് സംസാരിക്കാനും നിൽക്കാനും വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാനൊന്നി ഒരു വാടക വീടെടുത്ത് മാറി താമസിക്കും. നിങ്ങൾക്കത് സൗകര്യമല്ലെങ്കിൽ ഞാൻ തിരിച്ച് കടപ്പാട്ടേക്ക് പൊക്കോളാം. പക്ഷേ അലീന, അവൾ അവിടുന്ന് പോകണം. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ, ഞാൻ പോകില്ല എന്ന് പറയാട്ടോ. അങ്ങനെ ശരി, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പണി നോക്കാം എന്നും പറഞ്ഞ് അവരങ്ങ് പോവുക. അപ്പോൾ നമ്മുടെ എറണാകുളത്താണെങ്കിൽ ഗ്രേസമ്മയുടെ അടുത്ത് മാമച്ചനുണ്ട്, പിന്നെ രോഹിത്തും മാമച്ചനൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ക്യാരംസൊക്കെ കളിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് മാമച്ചനും നമ്മുടെ രോഹിത്തും കൂടെ കൊച്ചു കൊച്ചു കുസൃതികൾ കാണിക്കുകയാണ് കേട്ടോ, കള്ളക്കളികൾ. ഇതൊക്കെ നമ്മുടെ രേവതിക്കുട്ടി കണ്ടുപിടിക്കുന്നുണ്ട്, അതിനൊക്കെ നല്ല കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയാം, നാണയില്ലേ മനുഷ്യൻ, നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ, പിള്ളേരെ മുമ്പിൽ ഇങ്ങനെ ചമ്മിയിരിക്കാൻ? ഓ പിന്നെ എന്നും പറഞ്ഞു മാമച്ചൻ. കാരണം അവർക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇത്രയും പിള്ളേർ അവിടെ വരെയും സന്തോഷിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ കണ്ടപ്പോൾ തന്നെ അവരുടെ മക്കളായിട്ട് തന്നെയാണ് അവർക്കത് തോന്നുന്നട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് അവർ. ആ നേരത്താണ് അലീന വന്ന് പറയാം, മതി കളിച്ചതൊക്കെ, വേഗം ചെന്നിടന്ന് ഉറങ്ങ്, നാളെ നമുക്ക് തിരിച്ച് കടപ്പാട്ടേക്ക് പോവേണ്ടതാ. അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് മങ്ങിയിട്ടോ, വിഷമായി തിരിച്ചു പോണ കാര്യം. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും പറയുന്നുണ്ട്, പിള്ളേർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടുപടി. അതൊന്നും പറ്റത്തില്ല, ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതിന് ഇനിയിപ്പോൾ കലഹം നടക്കും അവിടെ, അല്ല മാഡം പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവരെ തിരിച്ചെനിക്ക് അവിടെ കൊണ്ട് എത്തിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് എല്ലാവരുമായിട്ടൊക്കെ സന്തോഷത്തോടെ നിന്നില്ലേ, അത് തന്നെ ധാരാളം. എല്ലാവരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ചിന്നക്കുട്ടിയുടെ കാര്യം എടുത്തിടാട്ടോ. ചേച്ചി, ചിന്നക്കുട്ടിയുടെ കാര്യം എന്തെങ്കിലും ചെയ്യണ്ടേ? പേടിക്കണ്ട, ഗ്രേസി ആൻറ്റി എന്തായാലും ആൻറ്റി അങ്ങളുണ്ടല്ലോ, അവർ സ്പോൺസർ ചെയ്യും, അതൊന്നും നോക്കാം. അത് എന്തായാലും പേടിക്കണ്ട, നമുക്കവിടെ പറയാം. എടി, അവളെ ആരോ കൊണ്ടുപോവില്ലല്ലോ എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുക. അലീന പറഞ്ഞുകൊണ്ട്, ഇല്ല ആൻറ്റി, അവളെ ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല, അങ്ങനെ അവർക്ക് അതിനുള്ള അവകാശമൊന്നും ഇല്ല. അത് ശരി, പിന്നെ കുഴപ്പമില്ല, എന്തൊക്കെയായാലും നമ്മൾക്ക് സ്പോൺസർഷിപ്പ് എടുക്കണം, അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. പോയിട്ട് നിങ്ങളെല്ലാം പോയി കിടന്ന് ഉറങ്ങുക പിള്ളേരെ എന്ന് പറയാം. അങ്ങനെ അവരെല്ലാം പോയി കഴിയുമ്പോൾ രേവതി അലീനയോട് ചോദിക്കുക, ചേച്ചി കടപ്പാട്ടേന്ന് പോയി കഴിഞ്ഞാലേ ഈ പിള്ളേർക്ക് നല്ല വിഷമാവില്ലേ? പിന്നെ അവർക്ക് നല്ല വിഷമാവൂടി, പ്രത്യേകിച്ചും കൃഷ്ണമ്മൾക്കൊക്കെ ഒരുപാട് വിഷമാവും. പക്ഷേ ബബിത കുഴപ്പമില്ല, അവൾക്ക് വിഷമം ഉണ്ടെങ്കിലും അവൾ എല്ലാവരെയും കരുതലോടെ ചേർത്ത് നിർത്തും, അതിനുള്ള പക്വത അവൾക്കുണ്ട്. പിന്നെ അവരുടെ അമ്മയൊക്കെ തിരിച്ചു വരുമല്ലോ, അങ്ങനെ അവർ സമാധാനത്തോടെ ജീവിച്ചോട്ടെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും പറയണം, അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഈ പിള്ളേരെ അവർക്ക് വേണമെങ്കിലേ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാമല്ലോ ഒരു പേയിങ് ഗസ്റ്റായിട്ട്. ശരിക്കും പറഞ്ഞാൽ മക്കളില്ലാത്ത നമുക്ക് ഇത്രയും മക്കളെ ദൈവം തന്നില്ലേ, അത് വലിയൊരു സന്തോഷമല്ലേ. എന്നിട്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ജീവിച്ചത് അല്ലേ മാമച്ചായ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ജീവിച്ച് നിസ്സിക്കുക കേട്ടോ. അന്ന് രാത്രി എല്ലാവരും കൂടെ പോയി ഉറങ്ങാനൊക്കെ കിടക്കുകയാണ്. അന്ന് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്